നാസിക് TCS മതപരിവർത്തന കേസിൽ മുഖ്യ പ്രതി നിദ ഖാൻ പിടിയിൽ 25 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന നിദ ഖാനെ ഛത്രപതി സംഭാജി നഗറിൽ നിന്നാണ് പിടികൂടിയത്. മതം മാറണമെന്നാവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും നിദ ഖാൻ ഉപദ്രവിച്ചിരുന്നു. കേസിൽ നേരത്തെ 6 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദിലീപ് കുറ്റിച്ചൽ ചേരുന്നു. വിവരങ്ങളുമായി ദിലീപ് പറയൂ. രോഹിണി, അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് ഇവരെ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതി ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായിട്ട് കസ്റ്റഡി എടുക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് SIT സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് സംഭാജി നഗറിൽ വെച്ചാണ് ഈ കേസിലെ മുഖ്യപ്രതിയായ നിദ ഖാനെ പോലീസ് SIT സംഘം അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഏകദേശം 25 ദിവസത്തോളം ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ട് പോലും ഇവരെ കണ്ടെത്താനായില്ല എന്നടക്കമുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു ഭീകര സംഘടനയായിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളായിട്ടോ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഡിജിറ്റൽ രേഖകളടക്കവും പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് SIT സംഘം. നമുക്കറിയാം, 2022 മുതൽ 2026 മാർച്ച് വരെയാണ് മഹാരാഷ്ട്രയിലെ TCS യൂണിറ്റിലെ ഏകദേശം 100ഓളം വരുന്ന പെൺകുട്ടികളെ മൃഗീയമായി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പോലീസിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് പോലും. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം കേരളത്തിൽ പ്രസിദ്ധീകരിച്ചത് പോലും ജനൻ TV ആയിരുന്നു. ജനൻ TV പ്രസിദ്ധീകരിച്ച സമയത്ത് പോലും ഒരു പ്രൊപ്പഗണ്ടയാണ് ഇതിൻ്റെ ബേസിക് കാര്യം എന്നടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നിർവീര്യമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായ വാർത്തകളും അതുപോലെ സത്യസന്ധമായ അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഈ മുഖ്യപ്രതിയും അതോടെ മുഖ്യ ആസൂത്രകമായ നിദ ഖാനെ പോലീസ് കസ്റ്റഡി എടുത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയും അതോടെ തന്നെ ഇതിൽ ഉന്നതരുടെ പങ്കുണ്ട് എങ്കിൽ അത് വെളിച്ചത്ത് വരികയും ചെയ്യും. രോഹിണി, ശരി, ദിലീപ് കുറ്റിച്ചലാണ് വിവരങ്ങൾ നൽകിയത്.